അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, 7ാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആനിലെ ഒന്നാമത്തെ പാഠം മിനൽ ഖുർആനിൽ കരീം, പരിശുദ്ധ ഖുർആനിൽ നിന്നും എന്ന പാഠം മുഴുവനും ഒരു വീഡിയോ. നമുക്ക് തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഫലാ യൻളുറൂന, എന്തുകൊണ്ടവർ നോക്കുന്നില്ല, ഇലൽ ഇബിലി, ഒട്ടകത്തിലേക്ക്, കൈഫ, എങ്ങനെയാണ്, ഖുലിഖത്, ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത്, ഒട്ടകം എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് എന്തുകൊണ്ടവർ നോക്കുന്നില്ല. ഇനി നോക്കുക. ഖലഖ, സൃഷ്ടിച്ചു. ഖുലിഖ, സൃഷ്ടിക്കപ്പെട്ടു. വ ഇലസ്സമായി, ആകാശത്തിലേക്ക് എന്തുകൊണ്ടവർ നോക്കുന്നില്ല. കൈഫ, എങ്ങനെയാണ്, റുഫിഅത്, ആകാശം ഉയർത്തപ്പെട്ടത്, ആകാശം എങ്ങനെയാണ് ഉയർത്തപ്പെട്ടത് എന്നും അവർ എന്തുകൊണ്ട് നോക്കുന്നില്ല. ഇനി നോക്കുക. റഫഅ, ഉയർത്തി. റുഫിഅ, ഉയർത്തപ്പെട്ടു. വ ഇലൽ ജിബാലി, പർവ്വതങ്ങളിലേക്ക് എന്തുകൊണ്ടവർ നോക്കുന്നില്ല. കൈഫ, എങ്ങനെയാണ്, നുസിബത്ത്, പർവ്വതങ്ങൾ നാട്ടപ്പെട്ടത്, പർവ്വതങ്ങൾ എങ്ങനെയാണ് നാട്ടപ്പെട്ടത് എന്നവർ എന്തുകൊണ്ട് നോക്കുന്നില്ല. നസ്വബ, നാട്ടി. നുസിബ, നാട്ടപ്പെട്ടു. വ ഇലൽ അർളി, ഭൂമിയിലേക്ക് എന്തുകൊണ്ടവർ നോക്കുന്നില്ല. കൈഫ, എങ്ങനെയാണ്, സുത്യഹത്ത്, അത് സംവിധാനം ചെയ്യപ്പെട്ടത്, ഭൂമി എങ്ങനെയാണ് സംവിധാനം ചെയ്യപ്പെട്ടത് എന്നവർ എന്തുകൊണ്ട് നോക്കുന്നില്ല. നോക്കുക. സ്വതഹ, സംവിധാനം ചെയ്തു. സുത്യഹ, സംവിധാനം ചെയ്യപ്പെട്ടു. നറ, നാം കാണുന്നു. ഫി എന്ന് പറഞ്ഞാൽ ഇൽ എന്നാണ് അർത്ഥം. ഹാവിഹി, ഇത്. ഫി ഹാവിഹി, ഇതിൽ. അൽ ആയാത്തി, ആയത്തുകൾ. അപ്പോഴെന്തായി? നറ, നാം കാണുന്നു. ഫി ഹാദിഹിൽ ആയാത്തി, ഈ ആയത്തുകളിൽ. എന്താണ് കാണുന്നത്? ഖുലിഖത്, റുഫിഅത്, നുസിബത്, സുതിഹത്, ഇങ്ങനെ ഒരുപാട് ഫിഅലുകൾ കാണുന്നു. വ ഹാദിഹിൽ അഫ്ആലു, ഈ ഫിഅലുകൾ, ലം യുദ്കർ, പറയപ്പെട്ടിട്ടില്ല, മഅഹ, ആ ഫിഅലുകളോട് കൂടെ, ഫാഇലുഹ, അതിൻ്റെ ഫാഇൽ, ഈ ഫിഅലുകളോട് കൂടെ അതിൻ്റെ ഫാഇൽ പറയപ്പെട്ടിട്ടില്ല. അൽ ഫിഅലു നൗആനി, അൽ ഫിഅലു, ഫിഅല്, നൗആനി, രണ്ട് വിഭാഗമാണ്. അൽ ഫിഅലു നൗആനി, ഫിഅല് രണ്ട് വിഭാഗമാണ്. മഅറൂഫുൻ, മഅറൂഫാണ്. വ മജ്ഹൂലുൻ, മജ്ഹൂലുമാണ്. അപ്പോഴെന്തായി? അൽ ഫിഅലു നൗആനി, മഅറൂഫുൻ വ മജ്ഹൂലുൻ. ഫിഅല് രണ്ട് വിഭാഗമാണ്. ഒന്ന് മഅറൂഫ്, രണ്ട് മജ്ഹൂൽ. ഇനി അടുത്തത്. ഇദാ ദുകിറ, പറയപ്പെട്ടാൽ, മഅൽ ഫിഅലി, ഫിഅലോട് കൂടെ, ഫാഇലുഹു, അതിൻ്റെ ഫാഇൽ. അപ്പോഴെന്തായി? ഇദാ ദുകിറ മഅൽ ഫിഅലി ഫാഇലുഹു, ഫിഅലോട് കൂടെ അതിൻ്റെ ഫാഇൽ പറയപ്പെട്ടാൽ, യുസമ്മ, അതിന് പേർ പറയപ്പെടും, മഅറൂഫൻ, മഅറൂഫ് എന്ന്. ഫിഅലോട് കൂടെ അതിൻ്റെ ഫാഇൽ പറയപ്പെട്ടാൽ അതിന് മഅറൂഫ് എന്ന് പറയപ്പെടും. വ ഇല്ല, ഫിഅലോട് കൂടെ ഫാഇൽ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ, യുസമ്മ, അതിന് പേർ പറയപ്പെടും, മജ്ഹൂലൻ, മജ്ഹൂൽ എന്ന്. ഫിഅലോട് കൂടെ ഫാഇൽ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിന് മജ്ഹൂൽ എന്ന് പറയപ്പെടും. വ ഇദാ കാന, ആയാൽ, അൽ ഫിഅലു, ഫിഅല്, മജ്ഹൂലൻ, മജ്ഹൂലായി. വ ഇദാ കാനൽ ഫിഅലു മജ്ഹൂലൻ, ഫിഅല് മജ്ഹൂലായാൽ, യുഖാമു, നിർത്തപ്പെടും. മഫ്ഊലും ബിഹി, മഫ്ഊലും ബിഹി നിർത്തപ്പെടും. മർഫൂഅൻ,
റഫ്ഇ ചെയ്യപ്പെട്ടതായി മഖാമൽ ഫാഇലി ഫാഇലിൻ്റെ സ്ഥാനത്ത്. മഖാം എന്ന് പറഞ്ഞാൽ സ്ഥാനം, സ്ഥലം എന്നാണ് അർത്ഥം. ഇനി ആകെ ഉള്ള അർത്ഥം വഇദാ കാനൽ ഫിഅ്ലു മജ്ഹൂലൻ യുഖാമു മഫ്ഊലുൻ ബിഹി മർഫൂഅൻ മഖാമൽ ഫാഇലി. ഫിഇൽ മജ്ഹൂലാണെങ്കിൽ ഫാഇലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലു ബിഹിയെ റഫ്ഇ നൽകിക്കൊണ്ട് നിർത്തപ്പെടും. അതായത് ഫിഇൽ മഅറൂഫ് ആണെങ്കിൽ അതിനൊരു ഫാഇലുണ്ടാകും. ഫിഇൽ മജ്ഹൂലാണെങ്കിൽ അതിന് ഫാഇലുണ്ടാവുകയില്ല. ആ ഫാഇലിന് പകരം മഫ്ഊലു ബിഹി ആയിരിക്കും. ആ മഫ്ഊലു ബിഹിക്ക് നമ്മൾ നൽകേണ്ടത് റഫ്ആണ് അഥവാ ലമ്മ്. അതെല്ലാം നമുക്ക് ഉദാഹരണത്തിൽ കൃത്യമായി പഠിക്കാം. ബാക്കി യുഖാലു ലഹു, ആ മഫ്ഊലു ബിഹിക്ക് പറയപ്പെടും നായിബുൽ ഫാഇലി, നായിബുൽ ഫാഇൽ എന്ന് പറയപ്പെടും. വഹുവ, ആ നായിബുൽ ഫാഇൽ മർഫൂഉൻ റഫ്ഇ ചെയ്യപ്പെട്ടതാണ്. കൽ ഫാഇലി, ഫാഇൽ പോലെ ഫാഇലിന് റഫ്ആണ്, അതേപോലെ നായിബുൽ ഫാഇലിനും റഫ്ആയിരിക്കും. വ ഇല്ലം യക്കുൻ, ഇല്ലെങ്കിൽ ലിൽ ഫിഇലി, ഫിഇലിന് മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ബിഹി ഇല്ലെങ്കിൽ. വ ഇല്ലം യക്കുൻ ലിൽ ഫിഇലി മഫ്ഊലുൻ ബിഹി, ഫിഇലിന് മഫ്ഊലുൻ ബിഹി ഇല്ല എങ്കിൽ ലാ യുദ്കറു പറയപ്പെടുകയില്ല അൽ ഫിഇലു, ഫിഇൽ ഇല്ലാ മഅൽ ഫാഇലി. വ ഇല്ലം യക്കുൻ, ഇല്ലെങ്കിൽ ലിൽ ഫിഇലി, ഫിഇലിന് മഫ്ഊലുൻ ബിഹി, മഫ്ഊലുൻ ബിഹി ഇല്ലെങ്കിൽ. വ ഇല്ലം യക്കുൻ ലിൽ ഫിഇലി മഫ്ഊലുൻ ബിഹി, ഫിഇലിന് മഫ്ഊലുൻ ബിഹി ഇല്ല എങ്കിൽ ലാ യുദ്കറു പറയപ്പെടുകയില്ല അൽ ഫിഇലു, ഫിഇൽ ഇല്ലാ മഅൽ ഫാഇലി, ഫാഇലോട് കൂടെ അല്ലാതെ. ഫിഇലിന് മഫ്ഊലുൻ ബിഹി ഇല്ല എങ്കിൽ ഫിഇൽ ഫാഇലോട് കൂടെ അല്ലാതെ പറയപ്പെടുകയില്ല. അതായത് ആ ഫിഇലിനെ മജ്ഹൂലാക്കാൻ പറ്റുകയില്ല. ഇനി നമുക്ക് പ്രധാനമായി ശ്രദ്ധിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ്. ഒന്ന്, ഫിഇലുൻ, ഫിഇൽ. ഏതൊരു പ്രവൃത്തിക്കും അറബിയിൽ ഫിഇൽ എന്നാണ് പറയുക. പിന്നെ ഫാഇൽ, ആ പ്രവൃത്തി ചെയ്ത ആൾക്കാണ് ഫാഇൽ എന്ന് പറയുക. പിന്നെ മഫ്ഊലുൻ ബിഹി, ആ പ്രവൃത്തി ആരുടെ മേലാണോ സംഭവിച്ചത് അതിൻ്റെ പേരാണ് മഫ്ഊലുൻ ബിഹി. ഇനി നമുക്ക് ഉദാഹരണം നോക്കാം. നോക്കുക, ഖറഅ, ഓതി, അത് പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ഖറഅ എന്നുള്ളത് ഫിഇലാണ്. ഓതുക എന്ന പ്രവൃത്തി ചെയ്ത ആളാരാണ്? അബീ, എൻ്റെ ഉപ്പ. അപ്പോൾ അബീ എന്ന് പറഞ്ഞാൽ ഫാഇലാണ്. പിന്നെ എന്തിനെയാണ്? ഖുർആനൻ, ഖുർആനിനെ. ഇത് മഫ്ഊലുൻ ബിഹിയാണ്. അപ്പോൾ ഖറഅ അബീ ഖുർആനൻ, എൻ്റെ ഉപ്പ ഖുർആൻ ഓതി. ഇനി ശ്രദ്ധിക്കുക, ഖറഅ, ഓതി എന്ന് പറഞ്ഞാൽ അത് മഅറൂഫായ ഫഇലാണ്. മഅറൂഫായ ഫഇലാകുമ്പോൾ അതിനൊരു ഫാഇലുണ്ടാകും. ഇനി ആ മഅറൂഫായ ഫഇലിനെ മജ്ഹൂലാക്കുമ്പോൾ ഫാഇലുണ്ടാവുകയില്ല. നമുക്ക് നോക്കാം. ഖറഅ അബീ എന്നുള്ളത് ഖറഅ മഅറൂഫായ ഫഇൽ, അബീ അതിൻ്റെ ഫാഇൽ. ഇനി ഖറഅയെ നമുക്ക് മജ്ഹൂലാക്കാം. അതെങ്ങനെയാണ്? ഖുരിഅ. മജ്ഹൂലായ ഫഇലാകുമ്പോൾ അതിന് ഫാഇലുണ്ടാവുകയില്ല. അപ്പോൾ നമുക്ക് ആ ഫാഇലിനെ മായ്ച്ച് കളയാം. എന്നിട്ട് ഖുർആനൻ എന്നുള്ള മഫ്ഊലിനെ നമുക്ക് നിലനിർത്തി അതിന് നസ്ബ്, അവസാനം കാണുന്ന ഫതഹുണ്ടല്ലോ, അതിന് പകരം നമുക്ക് റഫ്ഇ നൽകാം, അതായത് ലമ്മ്. അപ്പോൾ എങ്ങനെ? ഖുർആനുൻ. ഇപ്പോഴെന്തായി? ഖുരിഅ ഖുർആനുൻ.
അപ്പോൾ ആദ്യം പറഞ്ഞ ഖുർആനൻ എന്നുള്ളത് മഫ്ഊലും ബിഹി, പിന്നെ പറഞ്ഞ ഖുർആനുൻ എന്നുള്ളത് നായിബുൽ ഫാഇൽ എന്നാണ് പറയുക, മറക്കരുത്. ഇനി അക്കലത്ത് ബഖറത്തുൻ സറഅ അഖീ. അക്കലത്ത് ഭക്ഷിച്ചു, തിന്നു എന്നാണ് അർത്ഥം. അതൊരു പ്രവൃത്തിയാണല്ലോ, ഫിഇൽ. ആരാണ് തിന്നത്? ബഖറത്തുൻ, പശു. എന്താണ് തിന്നത്? സറഅ, കൃഷി. കൃഷിയെ തിന്നു. ആരുടെ? അഖീ, എൻ്റെ സഹോദരൻ്റെ. ഇവിടെ നമുക്ക് നോക്കാം. അക്കലത്ത് മഅറൂഫായ ഫിഇൽ, ബഖറത്തുൻ അതിൻ്റെ ഫാഇൽ, സറഅ മഫ്ഊലും ബിഹി. അക്കലത്ത് ബഖറത്തുൻ സറഅ അഖീ, എൻ്റെ സഹോദരൻ്റെ കൃഷി പശു തിന്നു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അക്കലത്ത് എന്നുള്ളത് മഅറൂഫായ ഫിഇലാണ്, അതിനെ മജ്ഹൂലാക്കണം. എന്നിട്ട് ഫാഇലിനെ കളയണം. മഫ്ഊലിന് നസ്ബിന് പകരം റഫ്ഇ നൽകണം, അതായത് ലമ്മ് നൽകണം. എങ്ങനെയാണത്? ഉക്കില സറഉ അഖീ. നോക്കുക, അക്കലത്ത് എന്നുള്ള മഅറൂഫായ ഫിഇലായിരുന്നു, അതിനെ മജ്ഹൂലാക്കി. എങ്ങനെ? ഉക്കില, തിന്നപ്പെട്ടു. അതിലെ താ എങ്ങനെയാണ് പോയത്? ഇവിടെ അക്കലത്ത് എന്നുള്ളതിൻ്റെ ഫാഇൽ ബഖറത്തുൻ, അത് സ്ത്രീയാണല്ലോ. സ്ത്രീ ആകുമ്പോൾ ഫിഇലിൽ താഇനെ കൊടുക്കണം. പക്ഷേ ഇവിടെ ബഖറത്തുൻ എന്നത് പോയല്ലോ. ഇവിടെ ബഖറത്തുൻ എന്നുള്ള ഫാഇലിന് പകരം നാം എന്തു ചെയ്തു? സറഅ എന്നുള്ള മഫ്ഊലിനെ നൽകി. അങ്ങനെ നൽകുമ്പോൾ നസ്ബിനെ മാറ്റി റഫ്ആക്കണം എന്ന് പറഞ്ഞല്ലോ, ലമ്മ്. അപ്പോഴെന്തായി? സറഉ. സറഅ എന്നുള്ള വാക്ക് മുദക്കറാണ്, പുരുഷനാണ്. അപ്പോൾ ഫിഇലിൽ താഇൻ്റെ ആവശ്യമില്ല. അങ്ങനെയാണ് ഉക്കില സറഉ എന്നായത്. ഉക്കില സറഉ അഖീ, എൻ്റെ സഹോദരൻ്റെ കൃഷി തിന്നപ്പെട്ടു. ഫറളല്ലാഹു സ്വൗമ, അല്ലാഹു നോമ്പിനെ നിർബന്ധമാക്കി. ഫറള ഫിഇൽ, അല്ലാഹു ഫാഇൽ, അസ്വൗമ മഫ്ഊൽ ബിഹി. ഇനി ഇതിനെ നമുക്ക് മജ്ഹൂലാക്കാം. ഫറള എന്ന മഅറൂഫായ ഫിഇലിനെ മാറ്റി ഫുരിറ എന്ന് മജ്ഹൂലാക്കി. അല്ലാഹു എന്ന ഫാഇലിനെ കളഞ്ഞു. ശേഷം അസ്വൗമ എന്നുള്ള മഫ്ഊൽ ബിഹിയെ കൊടുന്നു, അതിന് റഫ്ഇ നൽകി. അപ്പോഴെന്തായി? ഫുരിറ സ്വൗമു, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു. യഹുജ്ജുന്നാസു ബൈത്തല്ലാഹി, യഹുജ്ജു ഹജ്ജ് ചെയ്യും, അന്നാസു ജനങ്ങൾ, ബൈത്ത ഭവനത്തെ, അല്ലാഹി അല്ലാഹുവിൻ്റെ, അല്ലാഹുവിൻ്റെ ഭവനത്തെ ജനങ്ങൾ ഹജ്ജ് ചെയ്യും. ഇനി അതിൻ്റെ മജ്ഹൂൽ, യഹജ്ജു എന്ന മഅറൂഫായ ഫിഇലിനെ മാറ്റി നമുക്ക് യുഹജ്ജു എന്നാക്കാം. അന്നാസു എന്ന ഫാഇലിനെ കളഞ്ഞ് അതിന് പകരം ബൈത്ത എന്നുള്ള മഫ്ഊലിനെ നൽകുക. എന്നിട്ട് അതിന് റഫ്ഇ നൽകുക. അപ്പോഴെന്തായി? യുഹജ്ജു ബൈത്തു. എന്നിട്ട് അല്ലാഹി എന്ന് ചേർത്ത് കൊടുക്കുക. യുഹജ്ജു ബൈത്തുല്ലാഹി, അല്ലാഹുവിൻ്റെ ഭവനം ഹജ്ജ് ചെയ്യപ്പെടും. ഖതലൽ അസദുൽ അർനബ, സിംഹം മുയലിനെ കൊന്നു. ഖതല കൊന്നു ഫിഇലാണ്. അൽ അസദു സിംഹം, അതാണ് ഫാഇൽ. അൽ അർനബ മുയലിനെ, അത് മഫ്ഊൽ. ഇനി നമുക്ക് മജ്ഹൂലാക്കാം. ഖുത്തിലൽ അർനബു, മുയൽ കൊല്ലപ്പെട്ടു. ലറബൽ വലതുൽ അഖറബ, കുട്ടി തേളിനെ അടിച്ചു. ലറബ അടിച്ചു ഫിഇൽ. അൽ വലതു കുട്ടി, അതാണ് ഫാഇൽ. അൽ അഖറബ തേളിനെ, അതാണ് മഫ്ഊൽ. ഇനി അതിനെ മജ്ഹൂലാക്കുമ്പോൾ ളുരിബൽ അഖറബു, തേൾ അടിക്കപ്പെട്ടു.
നസറൽ ഗനിയുൽ ഫഖീറ, ധനികൻ ദരിദ്രനെ സഹായിച്ചു. നസറ സഹായിച്ചു ഫിഇലാണ്, അതിൻ്റെ ഫാഇൽ അൽ ഗനിയു ധനികൻ, അൽ മഫ്ഊൽ ബിഹി അൽ ഫഖീറ ഫഖീറിനെ. ഇനി നമുക്ക് നസറ എന്നുള്ളതിനെ മജ്ഹൂലാക്കി നുസ്റ, അൽ ഗനിയു എന്ന ഫാഇലിനെ കളഞ്ഞു, അതിൻ്റെ സ്ഥാനത്ത് അൽ ഫഖീറ എന്ന മഫ്ഊൽ ബിഹിയെ കൊടുത്തു, അതിന് റഫ്ഇ നൽകി. അപ്പോഴെന്തായി? നുസിറൽ ഫഖീറു, ദരിദ്രൻ സഹായിക്കപ്പെട്ടു. ഫതഹത് തുറന്നു ഫിഇലാണ്. അൽ ബിന്തു പെൺകുട്ടി, അതാണ് ഫാഇൽ. എന്തിനെയാണ് തുറന്നത്? അൽ ബാബ വാതിലിനെ, അത് മഫ്ഊലും ബിഹി. ഫതഹത്തിൽ ബിന്ദു അൽ ബാബ, പെൺകുട്ടി വാതിലിനെ തുറന്നു. ഇനി അതിനെ മജ്ഹൂലാക്കുമ്പോൾ ഫതഹത്തി എന്നുള്ളതിന് പകരം എന്ത് നൽകുക? ഫുതിഹ. താ നൽകേണ്ടതില്ല, കാരണം അൽ ബിന്തു എന്നുള്ള ആ ഫാഇൽ പോയല്ലോ. അപ്പോൾ ഫുതിഹ എന്ന് പറഞ്ഞാൽ മതി, താഇനെ ഒഴിവാക്കാം. ശേഷം അൽ ബാബ എന്നുള്ള മഫ്ഊൽ ബിഹിയെ ഫാഇലിൻ്റെ സ്ഥാനത്ത് നൽകുക, അതിന് ലമ്മു നൽകുക, അതായത് റഫ്ഉ നൽകുക. അപ്പോഴെന്തായി? ഫുതിഹൽ ബാബു, വാതിൽ തുറക്കപ്പെട്ടു. കസറത്തിൽ ഹിറത്തു സുജാജത്ത, പൂച്ച ഗ്ലാസ് പൊട്ടിച്ചു. ഇനി അതിന് മജ്ഹൂലാക്കാം. കുസിറത്തി സുജാജത്തു, ഗ്ലാസ് പൊട്ടിക്കപ്പെട്ടു. യക്തുബുൽ ഉസ്താദുർ റിസാലത്ത, ഉസ്താദ് കത്ത് എഴുതുന്നു അല്ലെങ്കിൽ ലേഖനം എഴുതുന്നു. യക്തുബു ഫിഇൽ മുളാരിഅണ്. യക്തുബു എന്നുള്ള മുളാരിഅ ഫിഇലിനെ മജ്ഹൂലാക്കുക യുക്തബു എന്നാണ്. ഇവിടെ തുക്തബു എന്ന് എഴുതേണ്ടി വരും, കാരണം അരിസാലത്ത എന്നുള്ളത് മുഅന്നസാണല്ലോ. അപ്പോൾ തുക്തബു, തുക്തബുർ റിസാലത്തു, കത്ത് എഴുതപ്പെടും. തഖറഉൽ ഉമ്മുൽ ഖുർആന, ഉമ്മ ഖുർആൻ ഓതും അല്ലെങ്കിൽ ഖുർആൻ ഓതുന്നു. അത് മജ്ഹൂലാക്കുമ്പോൾ യുഖറഉൽ ഖുർആനു, ഖുർആൻ ഓതപ്പെടും, ഖുർആൻ ഓതപ്പെടുന്നു. തഫ്തഹുൽ ഖാദിമത്തു അൽ ബവാബത്ത, പരിചാരിക ഗേറ്റ് തുറക്കും. ഇത് മജ്ഹൂലാക്കുമ്പോൾ തുഫ്തഹുൽ ബവാബത്തു, ഗേറ്റ് തുറക്കപ്പെടും. യുൻസിലുല്ലാഹുൽ മത്റ, അള്ളാഹു മഴ വർഷിപ്പിക്കും. അതിൻ്റെ മജ്ഹൂൽ യുൻസലുൽ മത്റു, മഴ വർഷിക്കപ്പെടും. ഖതല റജുലുൽ ഹയ്യത്ത, പുരുഷൻ പാമ്പിനെ കൊന്നു. അത് മജ്ഹൂലാക്കുമ്പോൾ ഖുതിലത്തിൽ ഹയ്യത്തു, പാമ്പ് കൊല്ലപ്പെട്ടു. മുമ്പ് നമ്മൾ പറഞ്ഞു ഫിഇൽ മജ്ഹൂലാകുമ്പോൾ അതിന് ഫാഇൽ ഉണ്ടാവുകയില്ല, ഫാഇലിൻ്റെ സ്ഥാനത്ത് മഫ്ഊലു ബിഹിയെ നിർത്തലാണെന്ന്. അതിന് നായിബുൽ ഫാഇൽ എന്നാണ് പറയുക. അപ്പോൾ നമുക്കിവിടെ നോക്കാം. സുരിഖ, മോഷ്ടിക്കപ്പെട്ടു, അതൊരു ഫിഇലാണ്. അതിൻ്റെ നായിബുൽ ഫാഇലാണ് അൽ മാലു, ധനം. സുരിഖൽ മാലു, ധനം മോഷ്ടിക്കപ്പെട്ടു. ഇനി ഒരു ഫിഇൽ, ഫാഇൽ, അൽ മഫ്ഊലു ബിഹി ഇവ ഉണ്ടാക്കണം. അത് നമുക്ക് നോക്കാം. സരിഖൽ ലിസ്സുൽ മാല, കള്ളൻ ധനം മോഷ്ടിച്ചു. യുഫ്തഹു സുബ്ബാക്കു, ജനൽ തുറക്കപ്പെടും. യുഫ്തഹു മജ്ഹൂലായ ഫിഇലാണ്. അശുബ്ബാക്കു അതിൻ്റെ നായിബുൽ ഫാഇൽ. ഇനി ഫിഇൽ, ഫാഇൽ, മഫ്ഊൽ. ഇങ്ങനെ യഫ്തഹുൽ വലദു ശുബ്ബാക്ക, കുട്ടി ജനൽ തുറക്കും. യുൻസറുൽ ഫഖീറു, ദരിദ്രൻ സഹായിക്കപ്പെടും. യുൻസറു മജ്ഹൂലായ ഫിഇലാണ്. അൽ ഫഖീറു അൻ നായിബുൽ ഫാഇൽ. ഇനി
യൻസുറുൽ ഗനിയുൽ ഫഖീറ, ധനവാൻ ദരിദ്രനെ സഹായിക്കും. ഖുരിഅത്തിൽ ജരീദത്തു, പത്രം വായിക്കപ്പെട്ടു. ഖുരിഅത്ത് മാളിയായ മജ്ഹൂലായ ഫിഇലാണ്. അൽ ജരീദത്തു അതിൻ്റെ നായിബുൽ ഫാഇൽ. ഇനി ഖറഅൽ അബു അൽ ജരീദത്ത, പിതാവ് പത്രം വായിച്ചു. യുഗ്ലഖു ശാരിഉ, വഴി അടക്കപ്പെടും. യുഗ്ലഖു മുളാരിയായ മജ്ഹൂലായ ഫിഇലാണ്. അശ്ശാരിഉ അതിൻ്റെ നായിബുൽ ഫാഇൽ. ഇനി യുഗ്ലിഖുന്നാസു ശാരിഅ, ജനങ്ങൾ വഴി അടക്കും. യുഗ്ലിഖു എന്നുള്ളത് മുളാരിയായ മഅറൂഫായ ഫിഇൽ. അന്നാസു അതിൻ്റെ ഫാഇൽ. അശ്ശാരിഅ മഫ്ഊലുൻ ബിഹി. മുലിഅൽ ഇനാഉ, പാത്രം നിറക്കപ്പെട്ടു. മുലിഅ നിറക്കപ്പെട്ടു. അൽ ഇനാഉ പാത്രം. മുലിഅ എന്നുള്ളത് മജ്ഹൂലായ ഫിഇലാണ്. അൽ ഇനാഉ അതിൻ്റെ നായിബുൽ ഫാഇൽ. ഇനി മുലിഅ എന്ന ഫിഇലിനെ മഅറൂഫാക്കുമ്പോൾ ഫിഇൽ വേണം, ഫാഇൽ വേണം, മഫ്ഊൽ വേണം. അപ്പോൾ എങ്ങനെയാണ്? മല അൽ അബു അൽ ഇനാഅ, ഉപ്പ പാത്രം നിറച്ചു. ഇനി പാഠത്തിലെ നസ്അലു വ നുജീബു, നമുക്ക് ചോദ്യം ചോദിക്കാം, ഉത്തരവും പറയാം. അതാണ് അതിലെ കൈഫ യുജ്അലുൽ ഫിഅലുൽ മഅറൂഫു മജ്ഹൂലൻ, എങ്ങനെയാണ് മഅറൂഫായ ഫിഇലിനെ മജ്ഹൂലാക്കുക? അതിൻ്റെ ഉത്തരം ലൊമ്മ, നീ ലൊമ്മ ചെയ്തോ. ഫാ അൽ ഫിഇലി, ഫാ ഫിഇലിന്. ലൊമ്മ ഫാ അൽ ഫിഇലി, ഫാ ഫിഇലിന് നീ ലൊമ്മ ചെയ്തോ. വക്സിർ, നീ കസ്ർ ചെയ്തോ. മാ ഖബലൽ ആഖിരി, അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന്. അതേത് ഫിഇലിലാണ്? ഫിൽ മാളി, മാളിയായ ഫിഇലിൽ. മാളിയായ ഫിഇലാണെങ്കിൽ ഫാ ഫിഇലിന് ലം ചെയ്യുകയും അവസാനത്തെ അക്ഷരത്തിൻ്റെ നേരെ മുമ്പുള്ള അക്ഷരത്തിന് കസ്ർ ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയാണ് മജ്ഹൂലാക്കേണ്ടത്. ഉദാഹരണം, ഫഅല എന്നുള്ളത് മഅറൂഫാണ്. അതിനെ മജ്ഹൂലാക്കുമ്പോൾ ഫ എന്നുള്ള ഫാ ഫിഇലിന് ലം നൽകുക. ഫു. അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരം ഐനാണല്ലോ, അതിന് കസ്റും നൽകി. അപ്പോഴെന്തായി? ഫുഇല. വഫിൽ മുളാരിഇ, മുളാരിഅ ഫിഇലിൽ ഉൽമും, നീ ലം ചെയ്തോ. ഹർഫൽ മുളാറഅത്തി, മുളാറഅത്തിൻ്റെ ഹർഫിന്. വഫ്തഹ്, നീ ഫതഹും ചെയ്തോ. മാ ഖബലൽ ആഖിരി, അവസാനത്തെ അക്ഷരത്തിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന്. മുളാരിഅ ഫിഇലാണെങ്കിൽ മുളാറഅത്തിൻ്റെ ഹർഫിന് ലം ചെയ്യുകയും അവസാന അക്ഷരത്തിൻ്റെ നേരെ മുമ്പുള്ള അക്ഷരത്തിന് ഫത്ഹ് ചെയ്യുകയും ചെയ്യുക. എങ്ങനെയാണ് മുളാരിഅ മഅറൂഫിനെ മജ്ഹൂലാക്കുക? ഉദാഹരണം, യഫ്തഹു എന്ന മുളാരിഅയ മഅറൂഫായ ഫിഇൽ, അതിനെ മജ്ഹൂലാക്കുമ്പോൾ യ എന്നുള്ള മുളാറഅത്തിൻ്റെ ഹർഫിന് ലം ചെയ്യുക. അപ്പോൾ യു. അവസാന അക്ഷരത്തിൻ്റെ നേരെ മുമ്പുള്ള അക്ഷരം ത ആണല്ലോ, അതിന് ഫത്ഹ് നൽകുക. അപ്പോൾ യുഫ്തഹു. ഇനി നഖറഉ അംസിലത്തൻ മിനൽ ഖുർആനി ശരീഫ്, ഖുർആൻ ഷരീഫിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ നമുക്ക് ഓതാം. എന്താണ്? ഖുലിഖൽ ഇൻസാനു ലഈഫൻ, മനുഷ്യൻ ബലഹീനനായി സൃഷ്ടിക്കപ്പെട്ടു. ഖുലിഖ മജ്ഹൂലായ ഫിഇലാണ്, മാളിയാണ്. അതിൻ്റെ നായിബുൽ ഫാഇലാണ് അൽ ഇൻസാനു എന്നുള്ളത്. വബുസ്സത്തിൽ ജിബാലു ബസ്സൻ, പർവ്വതങ്ങൾ പൊടി പൊടി ആക്കപ്പെട്ടു. ബുസ്സത്ത് എന്ന് പറഞ്ഞാൽ മജ്ഹൂലായ മാളിയായ ഫിഇലാണ്. അതിൻ്റെ നായിബുൽ ഫാഇലാണ് അൽ ജിബാലു എന്നുള്ളത്. വ ഫുതിഹത്തിസ് സമാഉ, ആകാശം തുറക്കപ്പെട്ടു. ഫുതിഹത്ത് തുറക്കപ്പെട്ടു എന്നാണ് അർത്ഥം. അത് മാളിയായ
മജ്ഹൂലായ ഫിഇലാണ്. അതിൻ്റെ നായിബുൽ ഫായിലാണ് അസ്സമാഉ എന്നുള്ളത്. ഈ 3 ഉദാഹരണങ്ങളിലും ചെയ്ത ആൾ അള്ളാഹുവാണ്. പക്ഷേ അള്ളാഹുവിനെ പറഞ്ഞില്ല. ഇനി നുക്മിലു ബി നായിബിൽ ഫായിലിൽ മുനാസിബി, യോജിച്ച നായിബുൽ ഫായിലി ചേർത്ത് നമുക്ക് പൂർത്തിയാക്കാം. അത് പൂർത്തിയാക്കിയ രൂപമാണിത്. യുസ്റഉൽ അറുസു, സുരിഖത്തി സയ്യാറത്തു, ഇദ ശംസു കുവ്വിറത്ത്. ഇനി പാഠത്തിൽ പറഞ്ഞ ആ ബെയ്ത്ത്. യനൂബു മഫ്ഊലും ബിഹി അൻ ഫാഇലി ഫീമാ ലഹു കാനില ഖൈറുനായിലി. യനൂബു പകരം വരും, മഫ്ഊലും ബിഹി മഫ്ഊലു ബിഹി പകരം വരും, അൻ ഫാഇലിൻ ഫാഇലിനെ തൊട്ട്, ഫീമ ഒരു വിഷയത്തിൽ, ലഹു ആ ഫാഇലിനുള്ള. അതിൻ്റെ ഉദാഹരണം ക നീല ഖൈറുനായിലിൻ, നീല ലഭിക്കപ്പെട്ടു, ഖൈറുനായിലിൻ ഉത്തമമായ ദാനം. മാഷാ അല്ലാഹ്, ഈ പാഠം അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.